ഹായ് ഗായ്സ്, ഇത് ജസ്റ്റ് ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. സോ കഴിഞ്ഞ ദിവസം നമ്മൾ റൈഡ് പോയിട്ട് വന്നപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ ആണ്. കാരണം നമ്മുടെ ഹിമാലയൻ്റെ ഇഗ്നിഷൻ സ്വിച്ചിൻ്റെ വയർ കട്ടായിപ്പോയി. സോ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു ഡമ്മിയാണ്, കാരണം ഇതിൽ പവർ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരു വയറായിരിക്കും കട്ടായി പോകുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇഗ്നിഷൻ്റെ ഫ്ലഗ് വരുന്ന സ്ഥലത്ത് നിന്ന് കണക്ഷൻ ഊരിയിട്ട് അതിനുള്ളിൽ ഒരു ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തു. ഒരു വയർ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പ്ലഗ് പോലെ ഡയറക്റ്റ് ത്രൂ ആയിട്ട് കണക്ഷൻ കൊടുത്തിട്ട് വണ്ടി എടുത്തിട്ട് വരുവാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. ഇപ്പോൾ ഇതൊന്ന് ഊരി നോക്കണം, ഇതിന് ശരിക്കും എന്താ പറ്റിയേ എന്നുള്ളത്. ഇതിൻ്റെ അടിയിൽ നിന്നാണ് ഇത് വിട്ടുപോയേക്കുന്നത് ആക്ച്വലി. സോ അതിപ്പോൾ ഞാൻ ഊരി നോക്കാൻ പോവാണ്. നമുക്കൊരു എൽക്കി ഉണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്യാം, കാരണം ഇതിൻ്റെ ഈ അടിയിലായിട്ടാണ് ഇതിൻ്റെ ബോൾട്ട് രണ്ടെണ്ണം വരുന്നത്. സോ അത് രണ്ട് ഊരിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഊരിയെടുക്കാം. സോ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ആ കാണുന്ന പോയിന്റിലാണ് നമ്മുടെ വയർ കട്ടായേക്കുന്നത്. സോ ഇവിടെ ഇതുള്ളൂ. സോ ഇവിടെയാണ് ഇത് കട്ടായേക്കുന്നത്. അപ്പോൾ ഇത് ഊരിയെടുക്കാനായിട്ട് ജസ്റ്റ് രണ്ട് ബോൾട്ടേ നമുക്ക് വരുന്നുള്ളൂ. ഒരെണ്ണം വരുന്നത് ഇവിടെയാണ്. സോ ഈ അടിയിലായിട്ട് രണ്ട് എൽക്കി ബോൾട്ട് ഉണ്ട്. സോ ഈ എൽക്കി ബോൾട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇഗ്നിഷൻ്റെ സ്വിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഊരി എടുക്കാൻ പറ്റും. അത് ഊരി എടുത്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. സോ അപ്പോൾ അതാണ് നമ്മളത് ഊരിയിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് പറ്റിയ ഇഷ്യൂ. ഒന്ന് കൊണ്ടുപോയിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് റെഡിയാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മളത് ഊരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സോൾഡർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന 3 സ്ക്രൂ അഴിച്ചിട്ട് നമുക്കിതിനകത്ത് ഇത് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതാണ് ഇതിനകത്ത് വരുന്ന പോർഷൻ. നമ്മുടെ ഭാഗ്യത്തിന് ഇത് സോൾഡർ ചെയ്യേണ്ട ആവശ്യം വരില്ല, നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ നോക്കാം. കാരണം എൻ്റെ കയ്യിൽ സോൾഡറിങ് മെഷീൻ ഇല്ല. അപ്പോൾ പിന്നെ എല്ലാം ജോയിൻ ചെയ്തെടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഗായ്സ്, ഫൈനലി നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോൾഡർ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. നമ്മൾ വയർ തമ്മിൽ ജോയിൻ ചെയ്ത് സെറ്റ് ചെയ്തു. നമുക്കൊന്ന് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് നോക്കാം ഇത് വർക്കാവുമല്ലോ എന്നുള്ളത്. കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഓണാവുമല്ലോ നോക്കാം. സോ സംഭവം ഓക്കെയാണ് ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു കംപ്ലൈൻ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇത് മാറ്റിക്കളയേണ്ട കാര്യമില്ല. ഇങ്ങനെ ഊരി അതിൻ്റെ അകത്തെ വയറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് സോൾഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. ഫൈനലി ഗൈസ്, നമ്മളിത് ഫിക്സ് ചെയ്തു. ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എപ്പോഴും ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്ന കാര്യം ശ്രദ്ധിച്ചോണം. കാരണം ഇത് എവിടെയെങ്കിലും മുട്ടിയിരുന്നിട്ടുണ്ടെങ്കിലാണ് നമുക്കിത് പിന്നീട് ഇങ്ങനെ റബ്ബായി അല്ലെങ്കിൽ സ്ക്രാച്ചായിട്ട് ഇത് വിട്ടുപോകാനുള്ള ചാൻസ് ഉള്ളത്. സോ ഈ ഗ്യാപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായിരിക്കും. സോ ഇപ്പോൾ എന്തായാലും വണ്ടി ഓക്കെ ആയിട്ടുണ്ട്. സോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും നമുക്ക് ഉടനെ തന്നെ കാണാം. സോ അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സി യു.